നമസ്കാരം. ജപ്പാനിൽ വലിയ ഭൂകമ്പമോ സുനാമിയോ സംഭവിക്കും എന്ന മാംഗ ആർട്ടിസ്റ്റിന്റെ പ്രവചനം സത്യമാകുമോ എന്നറിയാൻ ഇനി ശേഷിക്കുന്നത് ആകെ ഒരു ദിവസം മാത്രം. 2021 പുറത്തിറങ്ങിയ അവരുടെ ദി ഫ്യൂച്ചർ ഐസോ എന്ന മാംഗയിലാണ് ഈ പുതിയ പ്രവചനം ഉൾക്കൊള്ളുന്നത്. 2025 ജൂലൈ 5 ഒരു വലിയ ദുരന്തം സംഭവിക്കും. അത് ഒരു പക്ഷേ ഭൂകമ്പമോ സുനാമിയോ ആയിരിക്കുമെന്നാണ് ഈ മാംഗയിൽ പറയുന്നത്. എന്തായാലും പുതിയ പ്രവചനം എത്തിയതോടെ യാത്രകൾ വെട്ടിക്കുറയ്ക്കുകയാണ് ആളുകൾ. 2011 സുനാമി മുതൽ ഗായകൻ ഫെഡ്രി മെർക്കുറിയുടെ മരണം വരെ പല കാര്യങ്ങളിലും കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയതായും അവകാശപ്പെടുന്ന എഴുത്തുകാരി അവർ നൽകിയ അവസാന മുന്നറിയിപ്പ് 2025 ജൂലൈ 5 സംഭവിക്കാനിരിക്കുന്ന ഒരു മഹാദുരന്തത്തെക്കുറിച്ചാണ്. താൻ സ്വപ്നത്തിൽ കണ്ടത് എന്ന വാദത്തോടെ റിയോ തൽസുഗി ഇതിനു മുമ്പും തൻ്റെ പുസ്തകത്തിലൂടെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. യാഥാർത്ഥ്യമോ ഭാവനയോ എന്ന് ഉറപ്പില്ലാത്ത ഈ പ്രവചനങ്ങൾ സംഭവിച്ചതോടെ ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഹൃദയങ്ങളിൽ ഭയവും ആരാധനയും ജനിപ്പിക്കാൻ തൽസുഗിക്ക് സാധിച്ചു. പുതിയ പ്രവചനം എത്തിയതോടെ രാജ്യത്തേക്കുള്ള യാത്രാ പദ്ധതികൾ പോലും ആളുകൾ റദ്ദാക്കുകയാണ്. ജപ്പാന്റെ ബാബ വാങ്ക എന്നറിയപ്പെടുന്ന റിയോ തൽസുഗി 1995 കോംബെ ഭൂകമ്പം 2011 സുനാമിയും റിയോ തൽസുഗി മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. ജപ്പാന്റെ ബാബ വാങ്കെ പ്രവചിച്ച ദുരന്തത്തിന് വെറും 2 ദിവസം മുമ്പ്, അതായത് ജൂലൈ 3 ജപ്പാനിലെ ടോങ്കോര ദ്വീപുകളിൽ 5.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും പരിഭ്രാന്തി ഉണ്ടാക്കുന്നുണ്ട്. ഇത് വെറും യാദൃച്ഛികമാണോ അതോ വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ സൂചനയാണോ എന്ന ചർച്ചകൾക്കിടെ കൂടിയാണ് ഈ ഭൂകമ്പങ്ങൾ തുടക്കമിട്ടത്. വരാനിരിക്കുന്ന ഈ ദുരന്തങ്ങൾക്ക് എല്ലാം മുന്നോടിയായി മാംഗയിലെ റിയോ തൽസുഗി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പരാമർശിച്ചിരുന്നു. ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടലിനിടയിൽ ഒരു വിള്ളൽ ഉണ്ടാകുമെന്നും അത് 2011 സുനാമിയേക്കാൾ 3 ഇരട്ടി വലിയ തിരമാലകൾക്ക് കാരണമായേക്കുമെന്നും. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, ഇപ്പോൾ ശാസ്ത്രജ്ഞർ ആ പ്രദേശത്തെ സമാനമായ എന്തോ ഒന്ന് സംഭവിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പുതിയ പഠനമനുസരിച്ച് 2 ടെക്സ്റ്റോണിക് പ്ലേറ്റുകൾ പരസ്പരം അടിയിലേക്ക് നീങ്ങുന്ന നങ്കായി ട്രെഞ്ചിൽ സാവധാനത്തിലുള്ള ഭൂകമ്പങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇവ ആഴത്തിൽ സംഭവിക്കുന്ന ചെറുതും നിശബ്ദവുമായ ഭൂകമ്പങ്ങളാണെങ്കിലും ഭാവിയിൽ ഒരു വലിയ ഭൂകമ്പത്തിന്റെ മുന്നറിയിപ്പായി ഇതിനെ കണക്കാക്കാമെന്നാണ് ശാസ്ത്രജ്ഞരും മുന്നറിയിപ്പ് നൽകുന്നു. റിയോ തൽസുഗിയുടെ പ്രവചനങ്ങൾ മുൻപും പലപ്പോഴും യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിലും ജൂലൈ 5 എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ഒരു പ്രവചനത്തിന് മേലും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. എങ്കിലും ശാസ്ത്രീയമായ കണ്ടെത്തലുകളും നങ്കാറെ ട്രെഞ്ചിന്റെ ഭൂകമ്പ ചരിത്രവും ഈ പ്രവചനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഗൗരവവും നൽകുന്നുണ്ട്.